തീർച്ചയായും വഖഫ് വിഷയം നാം കണ്ടതാണ്. വഖഫ് ബില്ലിൽ ഉള്ള സംഘപരിവാർ അജണ്ടകൾ ഇതാ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആ ആക്രമണം വിശാല അർത്ഥത്തിൽ സംഘപരിവാർ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഓർഗനൈസർ എന്ന RSSൻ്റെ മുഖവാരികയിൽ എത്തിയ ലേഖനം. വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയതിന് തൊട്ടു പിന്നാലെ കത്തോലിക്ക സഭയെ ഉന്നമിച്ചാണ് ഓർഗനൈസർ നീങ്ങുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയാണെന്നാണ് ഓർഗനൈസർ പറഞ്ഞത്. അതേസമയം ആയതോടുകൂടി ആ ലേഖനം പിൻവലിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാതി, ഓർഗനൈസർ ഇത്തരത്തിൽ എമ്പുരാനടക്കമുള്ള വിഷയങ്ങളിൽ സംഘപരിവാറിൻ്റെ വാദങ്ങൾ നിരത്തി മുമ്പോട്ടെത്തിയതാണ്. വഖഫ് ബില്ലിന് ശേഷം ഇതാ കത്തോലിക്ക സഭയെ ലക്ഷ്യമിട്ട് നീങ്ങുന്നു, അവരുടെ സ്വത്തുക്കൾ കൂടിയാണ് കണ്ണുവെക്കുന്നത് എന്ന് ബോധ്യമാക്കുന്ന ഒരു ലേഖനമാണ് എത്തുന്നത്. ഇത് വിവാദമാകുന്നതോടുകൂടി പിൻവലിക്കുന്നു. എന്തൊക്കെയായിരുന്നു ആ പിൻവലിക്കുന്നതിന് തൊട്ടു മുമ്പ് വന്ന ആ ലേഖനത്തിലെ കണ്ടന്റ്? അജിംഷാദ്, ഈ വഖഫ് ബില്ല് പാസ്സാക്കിയതിന് പിന്നാലെ, പാർലമെൻറ്റിൽ പാസ്സാക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധം പാർലമെൻറ്റിലുടനീളം പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയമെന്ന് പറയുന്നത് ഇതാദ്യം വഖഫ് എന്ന് പറയുന്നത് ഇതാദ്യം മുസ്ലിങ്ങളെ ലക്ഷ്യം വയ്ക്കും, പിന്നീട് ന്യൂനപക്ഷങ്ങളിലേക്ക് കടന്നാക്രമിക്കും എന്നൊരു കാര്യം അന്നു തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്ന ആരോപണങ്ങളാണ്. അത് സത്യമെന്ന് തെളിയിക്കുന്നതാണ് ഓർഗനൈസറിൻ്റെ ഇന്നത്തെ ലേഖനം. ഓർഗനൈസർ ഈ ലേഖനത്തിൽ പ്രധാനമായും ഉന്നം വയ്ക്കുന്നത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അല്ലെങ്കിൽ അവരുടെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ നീക്കിക്കൊണ്ടാണ് ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് വഖഫ് ബോർഡിനാണോ കത്തോലിക്ക സഭയ്ക്കാണോ എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് അവർ ആ ലേഖനം പങ്കുവച്ചിട്ടുള്ളത്. ഏറ്റവും വിവാദപരമായിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് ഇവരുടെ ഈ സ്വത്ത് വകകൾക്കൊക്കെ നിയമസാധുത ഉള്ളതാണോ എന്നുള്ള പരാമർശം അതിൽ അവർ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് എന്ന പരാമർശത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത്. അതിന് പിന്നാലെ സർക്കാർ കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് കത്തോലിക്ക സഭയ്ക്കാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കത്തോലിക് ചർച്ച് ഓഫ് ഇന്ത്യ ആണെന്നും ഇന്ത്യയിൽ ആകമാനം ഏകദേശം 11 കോടിയിലധികം ഏക്കർ ഭൂമി കത്തോലിക്ക സഭയുടെ കൈവശമുണ്ടെന്നുമാണ് ലേഖനത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയുടെ ഈ ഭൂമി സ്വന്തമാക്കിയത് ഏതൊക്കെ അടിസ്ഥാനത്തിലാണ്, നിയമപരമായ സാധുത ഇതിനൊക്കെ ഉണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സ്കൂളുകൾ, ആശുപത്രികൾ, അതോടൊപ്പം മറ്റ് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇത് ഒരുപാട് സൗജന്യങ്ങൾ നൽകിയെന്നും ഇത് മതപരിവർത്തനത്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതായത് ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്കൂളുകളുടെയും അതോടൊപ്പം ആശുപത്രികളിലൊക്കെ പിന്നോക്കം വരുന്ന ആളുകളെ ഈ മതപരിവർത്തനത്തിനായി ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഓർഗനൈസർ അവരുടെ ലേഖനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഈ മതം മാറുന്നവരുടെ ഭൂമി സഭ ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. മതപരിവർത്തന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള നിയമവിരുദ്ധ ഭൂമി ഏറ്റെടുക്കലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കത്തോലിക്ക സഭയുടെ ഭാഗമായി നടക്കുന്നത്. അത്തരത്തിൽ വലിയ വിമർശനങ്ങളും വലിയ കത്തോലിക്ക സഭയെ പൂർണ്ണമായും പരാമർശിക്കുന്ന വലിയ വിവാദ പരാമർശങ്ങളിലേക്കും ഈ ഘട്ടത്തിൽ തിരിച്ചെത്താം.